യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന ഒരു ഈവൻ്റ് ആയിരുന്നു iPhone 14 ലോഞ്ച് ഡേ. അത് സെപ്റ്റംബർ 7 iPhone 14 ലോഞ്ച് ചെയ്തത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന iPhone 14 Pro Maxൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതെ ഗൈസ്, iPhone 14 Pro Maxൻ്റെ 512GB ഡീപ്പ് പർപ്പിൾ കളറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഐഫോൺ ഇത്തവണ 4 വേരിയൻസ് ആണ് ലോഞ്ച് ചെയ്തത്. അതിൽ iPhone 14, iPhone 14 Plus, iPhone 14 Pro ആൻഡ് iPhone 14 Pro Max. ഇതിൽ iPhone 14 Pro Maxന് 4 കളർ വേരിയൻസ് ആണ് ഉള്ളത്. സിൽവർ, ഗോൾഡ്, സ്പേസ് ബ്ലാക്ക് ആൻഡ് ദ ഓൾ ഇൻ ന്യൂ ഡീപ്പ് പർപ്പിൾ കളർ. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡീപ്പ് പർപ്പിൾ കളർ എന്ന് പറഞ്ഞ പുതിയൊരു കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അൺബോക്സിങ് ചെയ്യണം. അൺബോക്സിങ് വളരെ ഈസിയാണ്, വേറെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമ്മൾ ആ ബോക്സ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് iPhone 14 Pro Maxൻ്റെ ഡീപ്പ് പർപ്പിൾ സ്മാർട്ട് ഫോണാണ്. കാണുമ്പോൾ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. ഇറ്റ്സ് റിയലി ഓസം. നല്ലൊരു മെറ്റാലിക് ഫിനിഷോടെ അത്യാവശ്യം നല്ല വെയിറ്റോട് കൂടിയാണ് ഫോൺ വരുന്നത്. 240 grams ആണ് ഫോണിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്കൊരു കേബിളുണ്ട്. സി ടൈപ്പ് ടു ലൈറ്റ്നിങ് ടൈപ്പ് കേബിളാണ് നമുക്ക് കിട്ടുന്നത്. സി ടൈപ്പ് നമ്മുടെ അഡോപ്റ്ററിലോട്ട് കണക്ട് ചെയ്യാനും ലൈറ്റ്നിങ് നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യാനും. ആസ് യൂഷ്വൽ അഡോപ്റ്റർ എക്സ്ട്രാ ആയിട്ട് വാങ്ങേണ്ടതാണ്. പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് പേപ്പേഴ്സ് വരുന്നുണ്ട്. ആപ്പിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പിന്നെ വാറണ്ടി ഇൻഫർമേഷനുമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിനൊപ്പം തന്നെ ആപ്പിളിൻ്റെ ഒരു ലോഗോ സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഒരു ഫിസിക്കൽ സിം സ്ലോട്ട് ഓപ്പണറും കൂടി ഉണ്ട്, നമ്മുടെ ഫിസിക്കൽ സിം സ്ലോട്ടിൻ്റെ ആ ഒരു പ്രൊവിഷൻ തുറക്കാൻ വേണ്ടിയിട്ട്. ആസ് യൂഷ്വൽ US ഫിസിക്കൽ സിം സ്ലോട്ട് ഇത്തവണയില്ല. ഓൺലി ഓപ്ഷൻ ഇസ് ഇ സിംസ്. വേറെ UK ഇന്ത്യയിലൊക്കെ നമുക്കൊരു ഫിസിക്കൽ സിം സ്ലോട്ട് ഇടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഡ്യുവൽ സിമ്മായിട്ട് ഇ സിം നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു മുൻവശത്തെ സ്റ്റിക്കർ ഒന്ന് തുറക്കാം. എന്തായാലും ഫോൺ കാണുമ്പോൾ തന്നെ ഇറ്റ്സ് റിയലി ഓസം. ആസ് എ സെഡ്, iPhone 13 Pro Max വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളില്ലെങ്കിലും ഫീച്ചേഴ്സ് വൈസ് കുറേ അഡീഷണൽ ഫീച്ചേഴ്സാണ് ഇത്തവണ ഐഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെയാണ് ഡൈനമിക് ഐലൻഡ് അല്ലെങ്കിൽ നോച്ച്. പിന്നെ ഒരു 48 MP പ്രൈമറി ഫോക്കസ് ക്യാമറയാണുള്ളത്. പിന്നെ ഒരു എമർജൻസി ക്രാഷ് ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സം ഓഫ് ദ വെരി ന്യൂ ഫീച്ചേഴ്സ് ലോഞ്ച് ത്രൂ iPhone 14. അപ്പോൾ എന്തായാലും iPhone 14 വന്നേക്കുന്ന A16 ബയോണിക് പ്രോസസ്സറാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുവാണ്. ആദ്യം തന്നെ നമുക്കൊരു ആപ്പിളിൻ്റെ ഒരു ലോഗോ ആണ് നമ്മൾ കാണുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഹലോ അല്ലെങ്കിൽ വെൽക്കം ആയിട്ട് ഹലോ, ഹോല എന്ന് പറഞ്ഞ മറ്റ് ഭാഷകളിലുള്ള ഒരു വെൽക്കം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിന് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു കൺട്രി ഓർ റീജൻ. അപ്പോൾ ഞാനിപ്പോൾ UK യുണൈറ്റഡ് കിങ്ഡം ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലാംഗ്വേജും സെറ്റ് ചെയ്യും. UK ഇംഗ്ലീഷ് ലാംഗ്വേജ് സെറ്റ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ സെറ്റപ്പ് മാനുവലി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു വൈഫൈ നെറ്റ്വർക്ക് ചൂസ് ചെയ്യുക. ആ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഹോം സ്ക്രീന് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻസ് ഡീഫോൾട്ട് ആപ്ലിക്കേഷൻസ് എല്ലാം ലോഡ് ചെയ്ത ആ ഒരു ഹോം സ്ക്രീൻ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് ഈ ഒരു ഡൈനമിക് ഐലൻഡ് അല്ലെങ്കിൽ നോച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ വന്നാൽ ഈ കോളിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണിക്കുന്നത് ഈ ഡൈനമിക് ഐലൻഡിലായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്പിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ലണ്ടൻ എന്ന ഒരു ലൊക്കേഷൻ അടിക്കുക. എന്നിട്ട് ഞാൻ ഡ്രൈവിംഗ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു റൂട്ട് മാപ്പ് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനതൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാപ്പ് ചെന്ന് നിൽക്കുന്നത് ആ ഡൈനമിക് ഐലൻഡ് അല്ലെങ്കിൽ നോച്ചില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ റൈറ്റിലോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും അതിൻ്റെ ആ ഡയറക്ഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ആ ഒരു ഡൈനമിക് അല്ലെങ്കിൽ ആ നോച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാണുന്ന പ്രൊസീഡ് ടു ദ റൂട്ട്, പിന്നെ എൻഡ് റൂട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രൊസീഡ് ടു ദ റൂട്ട് റൈറ്റ് ഡയറക്ഷനാണ് കാണിക്കുന്നത്. എനിക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിൾ മാപ്പ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. പിന്നെ അടുത്തത്, ഇപ്പോൾ ഈ മാപ്പിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ടൈമർ സെലക്ട് ചെയ്തു. ഈ ടൈമർ ഞാനിപ്പോൾ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈനമിക് അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ആ ടൈമറിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ മാപ്പും ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മുടെ ടൈമറും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ടൈമറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലോഗോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമറിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ഓപ്പണായി വരും. അതോടൊപ്പം തന്നെ അതേലും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമർ എത്ര മിനിറ്റോടെ ആ ഒരു ടൈമർ ഓൺ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പോസ് ബട്ടണും പിന്നെ ഒരു ക്ലോസ് ബട്ടണുണ്ട്. അപ്പോൾ ആ ഒരു ഡൈനമിക് ഐലൻഡിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇതിൽ iPhone 14 വന്നിരിക്കുന്ന ആപ്പിൾ മാപ്സിന് മാത്രമേ ഈ ഓപ്ഷൻ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈനമിക് ഐലൻഡ് അല്ലെങ്കിൽ നോച്ചിൽ നമുക്ക് ആ ഇൻഫർമേഷൻ കാണുന്നതല്ലായിരിക്കും. കാരണം ആപ്പിൾ മാപ്സിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ
ആപ്പിളിൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആപ്പിൾ മാപ്സിനും പിന്നെ ടൈമറിനും പിന്നെ മിക്കവാറും ഉള്ള ആപ്പിളിൻ്റെ ആ ഒരു ഡീഫോൾട്ട് ആപ്സിനെല്ലാം ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഓപ്ഷനാണ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അപ്പോൾ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ക്രീൻ ലോക്ക് ചെയ്തു എന്നാലും നമ്മുടെ ആ ഒരു സ്ക്രീനിൽ എപ്പോഴും ഒരു ഡിസ്പ്ലേ ഓൺ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഇപ്പോൾ സ്ക്രീൻ ലോക്ക്ഡാണ്, എന്നാലും ആ ഒരു ഡേറ്റും ടൈമും എല്ലാം കാണിക്കുന്നുണ്ടായിരിക്കും. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കസ്റ്റമൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനൊപ്പം തന്നെ ആഡ് വിഡ്ജറ്റ്സ്. അപ്പോൾ ഇതിൽ കുറേ വിഡ്ജറ്റ്സ് ഔട്ട് ഓഫ് ദ ഡീഫോൾട്ട് വിഡ്ജറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തെ ഒരു വിഡ്ജറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ബാറ്ററി ഇൻഫർമേഷൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി ഇൻഫർമേഷൻ കാണിക്കാൻ 2 വിഡ്ജറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ ആ ഒരു പേരും പിന്നെ എത്ര പെർസെൻറ്റേജ് ചാർജ് ആണുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന 81% ചാർജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് വേണ്ട വിഡ്ജറ്റ്സ് എല്ലാം ആഡ് ചെയ്യാം. ബട്ട് ഇത് പറഞ്ഞ ഇപ്പോൾ ലോക്ക് ആയിരിക്കുമ്പോഴും ഈ വിഡ്ജറ്റ്സ് എല്ലാം റണ്ണിങ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് ഓഫ് ചെയ്യാനുള്ള വേറെ ഓപ്ഷനൊന്നും ഇല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ബാറ്ററി വേണമെങ്കിൽ നമുക്ക് ആ ഒരു ലോ പവർ മോഡിൽ കൊണ്ടുപോകാനെങ്കിൽ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരു ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണാത്ത രീതിയിലായിരിക്കും. പക്ഷേ എന്നാലും ഇതൊരു പുതിയ ഫീച്ചറാണ് iPhone 14 വരുന്നത്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ. ഇതിൽ നമുക്ക് വേണ്ട വിഡ്ജറ്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വേണ്ട വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു വിഡ്ജറ്റ്സ് എല്ലാം റണ്ണിങ് ആയിരിക്കും ബാക്ക് എൻഡിൽ. ഐഫോൺ പറയുന്നത് അല്ലെങ്കിൽ ആപ്പിൾ കമ്പനി പറയുന്നത് വലിയതായിട്ട് ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവത്തില്ല, എന്നാലും ഇതൊരു പുതിയ ഫീച്ചറാണ് ഇത്തവണത്തെ iPhone 14 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ഫോക്കസ് ക്യാമറയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഓട്ടോ ഫോക്കസും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബ്രൈറ്റ്നസ്, നല്ലൊരു പിക്ചർ ക്വാളിറ്റിയും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ iPhone 13 Pro വെച്ചാൽ അല്ലെങ്കിൽ 13 Pro Max വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സൂമിൻ 3x കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം 3x സൂമിൽ തന്നെ നല്ലൊരു പിക്ചർ ക്വാളിറ്റിയും നല്ലൊരു സ്റ്റെബിലൈസേഷനും കൂടി നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു പിക്ചർ ക്വാളിറ്റിയും ആ ഒരു സ്റ്റെബിലൈസേഷനൊക്കെ കമ്പയർ ചെയ്തിട്ട് ഒന്ന് റിവ്യൂ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ഷേക്കിങ്ങോടെ തന്നെ ഫോട്ടോ എടുത്താലും നല്ലൊരു പിക്ചർ ക്വാളിറ്റി, നല്ലൊരു സ്റ്റെബിലൈസേഷൻ, നല്ല ക്ലാരിറ്റി, അതായത് ഒരു ഫോട്ടോയുടെ ആ ഒരു സൂമിൻ കപ്പാസിറ്റി നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു പിക്ചർ ക്വാളിറ്റിയാണ് ഇത്തവണത്തെ iPhone 14 നമുക്ക് കിട്ടുന്നത്. ഇതിനൊപ്പം തന്നെ സിനിമാറ്റിക് മോഡും ഉണ്ട്. iPhone 13 അതേ സിനിമാറ്റിക് മോഡ് തന്നെയാണ് ഇതിലും ഉള്ളത്. എന്നാലും ഒരു എക്സ്ട്രാ ഒരു സൂമിൻ ഫെസിലിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിലുള്ള ഫീച്ചേഴ്സ്. ഇതിനൊപ്പം തന്നെ ഒരു എമർജൻസി ക്രാഷ് ഡിറ്റക്ഷൻ കൂടിയുണ്ട്. അതായത് നമ്മുടെ കാർ ഇപ്പോൾ ക്രാഷ് ആവുകയാണെങ്കിൽ അതിലുള്ള ഫോണിലുള്ള എമർജൻസി കോൺടാക്ട്സിന് ഡയറക്റ്റായിട്ട് കോൾ പോകാനുള്ള ഫീച്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ യൂസറിന് വേണ്ടിയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സാണ് ഐഫോൺ ഈ ഒരു ലോഞ്ചോടെ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോണെല്ലാം സെറ്റായി, നമുക്ക് വേണ്ട കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്തു, വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ് നമ്മുടെ ഡേറ്റ മൂവ്മെൻറ്റ്. എൻ്റെ പഴയ ഫോൺ വന്നിട്ട് നോക്കിയ 8.1 ആയിരുന്നു, അതൊരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മൗ ടു iOS എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഡേറ്റയും കോൺടാക്ട്സും മെസ്സേജസും വാട്സപ്പ് എല്ലാം ഞാൻ മൂവ് ചെയ്തു. ഇനി അടുത്ത കാര്യം നമുക്ക് വേണ്ട ആക്സസറീസ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പവർ അഡോപ്റ്ററാണ്. അപ്പോൾ ഞാൻ വാങ്ങിയത് ആപ്പിളിൻ്റെ തന്നെ USB-C പവർ അഡോപ്റ്ററാണ്. ഇവിടെ സ്വീഡനിൽ തന്നെ ടൗൺ സെൻറ്ററിലുള്ള 3 എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ പോയിട്ടാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് പവർ അഡോപ്റ്റർ വളരെ നിർബന്ധമാണ്, കാരണം നമുക്ക് ചാർജ് ചെയ്യാൻ വേറെ ഒരു വഴിയില്ല. കാരണം ആപ്പിൾ നമുക്ക് തരുന്ന ആകെ ഒരു കേബിളാണ്. അപ്പോൾ നമുക്ക് പവർ അഡോപ്റ്റർ വേണ്ടി വരും, കാരണം നമുക്ക് ചാർജ് ചെയ്യാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ പവർ അഡോപ്റ്ററാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആക്സസറീസ് ആയിട്ട് വാങ്ങിയത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്ക്രീൻ ഗാർഡാണ്. കാരണം ആപ്പിളിൻ്റെ ആ ഒരു ഐഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു കോസ്റ്റാണ്. ബൈ ചാൻസ് എന്തെങ്കിലും താഴെ ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നെ അതിന് എക്സ്ട്രാ ഒരു കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്ക്രീൻ ഗാർഡ് വാങ്ങി. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രീൻ ഗാർഡാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് കേസ്. നമ്മുടെ ഫോൺ വന്നിട്ട് ഡീപ്പ് പർപ്പിൾ കളർ ആയതുകൊണ്ട് ഒരു എലിഗൻറ്റ് ഫീലിംഗ് തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ട്രാൻസ്പെറൻറ്റ് ബാക്ക് കേസ് വാങ്ങിയത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക് കേസും കൂടിയാണ്. ബൈ ചാൻസ് താഴെ വീഴുവാണെങ്കിൽ തന്നെ നമ്മുടെ ഫോണിന് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്രയും കുറച്ച് ഹാർഡായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ബാക്ക് കേസ് വാങ്ങിയത്.
അപ്പോൾ ഇതിന് എനിക്ക് കോസ്റ്റ് ആയത് £25 ആണ് നമ്മുടെ പവർ അഡോപ്റ്ററിന്, അതായത് USB-C പവർ അഡോപ്റ്ററിന് £25 ആയി. നമ്മുടെ നാട്ടിൽ ഒരു 2300 to 2400 റുപ്പീസ്. പിന്നെ നമ്മുടെ സ്ക്രീൻ ഗാർഡിനാണെങ്കിലും നെക്സ്റ്റ് £25 ആയി. നമ്മുടെ സെയിം 2300 2500 റുപ്പീസ് വരെ വരും ഇന്ത്യൻ റുപ്പീസ്. പിന്നെ നമ്മുടെ ബാക്ക് കേസ് അതിനായി ഒരു £30, നമ്മുടെ നാട്ടിൽ ഒരു 3000 റുപ്പീസിൻ്റെ അടുത്ത്. അപ്പോൾ 25 + 30 എനിക്കായത് £80 ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 7500 to 8000 റുപ്പീസിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചിലവായ ഒരു ആക്സസറീസ് നമ്മുടെ ഐഫോണിന് വേണ്ടിയിട്ട്. ഞാൻ ഇത് സ്റ്റോറിൽ പോയി നേരിട്ട് വാങ്ങിയത് കൊണ്ടും ഞാൻ ഒരു ബാക്ക് കേസും പിന്നെ ഫ്രണ്ട് സ്ക്രീൻ ഗാർഡ് വാങ്ങിയത് കൊണ്ടും എനിക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് എനിക്കൊരു പവർ ബാങ്ക് അവർ തന്നിരുന്നു. അപ്പോൾ പവർ സ്റ്റേഷൻ മിനി എന്ന് പറയുന്ന ഒരു പവർ ബാങ്കാണ് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നത്. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പവർ ബാങ്കിൽ USB പോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഐഫോണിന് C പോർട്ട് ആയതുകൊണ്ട് ഈ പവർ ബാങ്കിൽ C പോർട്ടും കൂടി ഒരു അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് എനിക്കിത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം അത്യാവശ്യം നല്ല പവർ ബാക്കപ്പ് ഉള്ള ഒരു പവർ ബാങ്കാണ്. 18+ hours പവർ ബാക്കപ്പാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിതും അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ആക്സസറീസിലൂടെ എനിക്ക് കിട്ടിയത്. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഒരു പവർ ബാങ്ക് എന്താ പറയുക ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടി. അതൊരു നല്ല കാര്യമായിരുന്നു. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു അഡാപ്റ്റർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ ആ ഒരു C ടൈപ്പ് അഡാപ്റ്റർ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ്. കാരണം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഫുൾ ചാർജ് ആവാൻ എനിക്കൊരു 30 to 45 minutes ആണ് എനിക്ക് ടൈം എടുത്തത്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള ഒരു കേബിളും അഡാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു കുറച്ച് പേപ്പേഴ്സാണ്. അതായത് ആപ്പിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡും അതൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ആ ഒരു അഡോപ്റ്ററുണ്ട്. അഡോപ്റ്റർ ഞാനിപ്പോൾ UK ആയതുകൊണ്ട് UK പിന്നാണ് അഡോപ്റ്ററായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യ വാങ്ങിക്കുവാണെങ്കിൽ അത് ഇന്ത്യയിലുള്ള ഒരു പിന്നായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു അതാത് റീജിയൻസിനനുസരിച്ചിരിക്കും ആ ഒരു പിൻ അത് പ്ലഗിൻ്റെ ആ ഒരു പിന്ന് വരുന്നത്. അപ്പോൾ ഗൈസ് അടുത്തതായി നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പവർ ബാങ്കാണ്. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു പവർ ബാങ്ക്. പവർ സ്റ്റേഷൻ മിനി എന്നാണ് പവർ ബാങ്കിൻ്റെ ആ ഒരു കമ്പനീൻ്റെ പേര്. ഇതിൽ USB-C ഉണ്ട്, പിന്നെ ഡ്യുവൽ USB ചാർജ് പോർട്ട്സ് ഉണ്ട്. 18+ hours ബാറ്ററി ബാക്കപ്പാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 18+ hours ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ 6 hours നമ്മുടെ സ്മാർട്ട് ടാബ്ലറ്റ് കണക്ട് ചെയ്താൽ, അതായത് നമ്മുടെ ലാർജ് ടാബ്ലറ്റ് കണക്ട് ചെയ്താൽ നമുക്ക് 4 hours കിട്ടും. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വന്നിട്ട് 5000 mAh ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് USB പോർട്ടും കിട്ടും, പിന്നെ C ടൈപ്പ് പോർട്ടും കിട്ടും. അപ്പോൾ ഒരേ സമയം നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണും ചാർജ് ചെയ്യാം, നമ്മുടെ ഐഫോണും ചാർജ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോക്സ് തുറക്കുമ്പോൾ തന്നെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. നമ്മൾ അത്യാവശ്യം നല്ലൊരു പോർട്ടബിൾ പവർ ബാങ്ക്, നമുക്ക് കയ്യിൽ പോക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലൊരു പവർ ബാങ്കാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് 5000 mAh ഒരു പവർ ബാങ്കാണ്. കാണാനും നല്ലൊരു ക്ലാസി ലുക്കുണ്ട്. ഇതിലിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു USB പോർട്ടുണ്ട്, പിന്നെ ഒരു C പോർട്ടുണ്ട്. നമുക്ക് ഒരേ സമയത്ത് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണും ചാർജ് ചെയ്യാം, നമ്മുടെ ഐഫോണും ചാർജ് ചെയ്യാം. വളരെ നല്ലൊരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ഒരു ഡീലായിരുന്നു, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ഓഫറായിരുന്നു. ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു അതിൻ്റെ ഒരു എന്താ പറയുക സൈനൊക്കെ കാണാം. അതായത് നമ്മുടെ ബാറ്ററി ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴും പിന്നെ ഫോൺ കണക്ട് ചെയ്യുമ്പം കാണിക്കേണ്ട ആ ഒരു സൈന് കാണാം. ഇതിനൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഒരു കേബിൾ വരുന്നുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണൊക്കെ കണക്ട് ചെയ്യുന്ന USB to C ടൈപ്പ് കേബിളുണ്ട്. അപ്പോൾ അത് നല്ലൊരു എഫക്റ്റീവായിരുന്നു. കാരണം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഒരു കേബിളിൻ്റെ ആവശ്യമില്ല, ഈ കേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് നമ്മുടെ ഐഫോൺ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ്നിങ് to C കേബിൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആണ് നമ്മുടെ ആ ഒരു പോർട്ടബിൾ പവർ ബാങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു ബുക്കുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള വാറണ്ടി ഇൻഫർമേഷനും പിന്നെ വോൾട്ടേജ് ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ആണ് iPhone 14 ഫീച്ചേഴ്സും പിന്നെ വേണ്ട ആക്സസറീസൊക്കെ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എത്ര എന്നുള്ളത്, എനിക്ക് എൻ്റെ iPhone 14 Pro Max 512GB ഡീപ്പ് പർപ്പിളിന് ഇവിടുത്തെ UK കോസ്റ്റിലായത് 1529, അതായത് £1529 ആണ്. നമ്മുടെ ഇന്ത്യയിൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 1,40,000 തൊട്ട് 1,50,000 റേഞ്ച് അതിൻ്റെ അടുത്ത് വരും. ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു 0% EMI ഓപ്ഷൻ ഉണ്ടായിരുന്നു 5 monthsലേക്ക്. അപ്പോൾ പെർ മന്ത് £305 വെച്ച് ഡിഡക്റ്റ് ആവും. നമ്മുടെ ഡയറക്റ്റ് ഡെബിറ്റ് ഡിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിന് ഇവിടുത്തെ പ്രൈസ് വെച്ച് £1,529 ആണ് ആയത്. ഞാനിത് പ്രീ ബുക്ക് ചെയ്യായിരുന്നു. September 7th ലോഞ്ച് ചെയ്തിട്ട് ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ട് എനിക്ക് September 23rd ഡെലിവറി ചെയ്ത് ഓൾമോസ്റ്റ് 2 weeks ടൈം എടുത്തു. പിന്നെ അതല്ലാതെ ഇതിൻ്റെ ആക്സസറീസ് ആയിട്ട് എനിക്ക് എക്സ്ട്രാ £80
എക്സ്ട്രാ £80 ആയി. അപ്പോൾ ഓൾമോസ്റ്റ് 1529 പ്ലസ് £80 £1610 അടുത്തായി എനിക്ക് ആക്സസറീസ് പ്ലസ് ഫോണിനും കൂടി നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു 1.5 lakhs തൊട്ട് 1.6 lakhsൻ്റെ ആ ഒരു റേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് iPhone 14 Pro Maxൻ്റെ ഫീച്ചേഴ്സും പിന്നെ അതിൻ്റെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ, വേണ്ട ആക്സസറീസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് കമൻസ് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കമൻസ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ iPhone 14 Pro Maxലെടുത്ത കുറച്ച് വിഷ്വൽസ്, UK കുറച്ച് വിഷ്വൽസ് എല്ലാം ഞാൻ ഇതിനൊപ്പം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പ്ലീസ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ അപ്കമിങ് വീഡിയോസ്. ഞാൻ ഇതൊപ്പം തന്നെ ഒരു iPhone 14 Pro Maxൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയുടെ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വൈകാതെ തന്നെ. അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല ഒരു വീഡിയോ ക്വാളിറ്റി, നല്ല സ്റ്റെബിലൈസേഷനും ഉള്ള ഒരു വീഡിയോയും കൂടി ആയിരിക്കും അത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പ്ലീസ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ. താങ്ക് യു സോ മച്ച്.